നെക്സ്റ്റ് ആൽക്കീൻസ്. ആൽക്കീൻ കാർബൺ കാർബൺ ഡബിൾ ബോണ്ടുള്ള ഹൈഡ്രോ കാർബണിനെയാണ് നമ്മൾ ആൽക്കീൻസ് എന്ന് വിളിക്കുക. അതിൻ്റെ ജനറൽ ഫോർമുല നമുക്കറിയാം, CnH2n. അപ്പോൾ നമുക്ക് നോക്കാം, CnH2n എന്ന് വരണമെങ്കിൽ പിന്നെ ഡബിൾ ബോണ്ട് ഉണ്ട്. ഡബിൾ ബോണ്ട് വരണമെങ്കിൽ ചുരുങ്ങിയത് 2 കാർബൺ ആറ്റം വേണ്ടേ? അപ്പോൾ നമുക്ക് സിക്ക് പകരം നമുക്ക് 2 എന്ന് കൊടുത്തു നോക്കാം. H2n. അപ്പോൾ എന്താണ്? കാർബൺ 2 നമ്മൾ എടുക്കുക, അതായത് n പകരം 2 എന്ന് കൊടുക്കുക. അപ്പോൾ C2 H2n എന്നുള്ള ഫോം വരുമ്പോഴോ 2 × 2 ദാറ്റ് ഈസ് 4. അപ്പോൾ C2H4 അല്ലേ, ഒരു ആൽക്കീനാണ്, 2 കാർബണാറ്റുള്ള ആൽക്കീൻ. സോ ഇറ്റ്സ് നെയിം ഈസ് എത്തീൻ. 2 കാർബണാറ്റുള്ള ആൽക്കീൻ്റെ പേരെന്താണ്? എത്തീൻ. ഇനി നമുക്കൊരു C4 കൊടുക്കുക. അപ്പോൾ എത്ര ഹൈഡ്രജൻ ആറ്റം വേണം? n = 4 ആണെങ്കിൽ H2n 2 × 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 8. അപ്പോൾ C4H8. ഇറ്റ്സ് നെയിം ഈസ് ബ്യൂട്ടീൻ. C4H8 ഈസ് ബ്യൂട്ടീൻ. സിക്ക് 5 കൊടുത്താലോ? C5H10. ഇറ്റ്സ് നെയിം ഈസ് പെൻഡീൻ. പെൻഡീൻ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു പെൻഡീൻ വരച്ചു നോക്കാം. ഈ ഫോർമുലയൊക്കെ തന്നെയാണ് വരുന്നത് നോക്കാം കേട്ടോ. 5 കാർബൺ ആറ്റം, 1 2 3 4 5. ഈൻ ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു കാർബൺ ആറ്റത്തിൽ തൽക്കാലം നമ്മൾ എന്ത് ചെയ്യാം? ഒരു ഡബിൾ ബോണ്ട് കൊടുത്തു. ഡബിൾ ബോണ്ട്. ഇനി ബാക്കി നമ്മൾ ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്യാം അല്ലേ. ബാക്കിയൊക്കെ സിംഗിൾ ബോണ്ടാണ്. സോ CH3 CH2 CH2. ഈ കാർബണിൻ്റെ പിന്നാലെ 3 ബോണ്ട് ഉണ്ട്, അപ്പോൾ ഒരു ഹൈഡ്രജൻ. ഈ കാർബണിൻ്റെ കൂടെ 2 ബോണ്ട് ഉണ്ട്, അപ്പോൾ 2 ഹൈഡ്രജൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നോക്ക്, കാർബൺ 5 എണ്ണം, ഹൈഡ്രജനോ 3 2 5, 5 2 7, 7 1 8, 8 2 10. അപ്പോൾ ഇതാണ് പെൻഡീൻ. അപ്പം നമുക്ക് ഈ ആൽക്കീനുകളെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം കേട്ടോ. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കീൻസ്. ആൽക്കീൻ്റെ പ്രിപ്പറേഷൻ. ആൽക്കീൻ്റെ പ്രിപ്പറേഷനിൽ നമ്മൾ ആൽക്കൈൽ ഹാലൈഡ് നിന്ന് എങ്ങനെ ആൽക്കീൻ ഉണ്ടാക്കാൻ നോക്കും. ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറഞ്ഞാൽ ആൽക്കൈനിലെ ഒരു ഹൈഡ്രജൻ മാറ്റി അവിടെ ഹാലജൻ വന്നത്. അപ്പോൾ സപ്പോസ് CH3 CH2 Br. യഥാർത്ഥത്തിൽ ഇത് ഏത് ആൽക്കൈൻ ആയിരുന്നു? 2 കാർബണാറ്റുള്ള ആൽക്കൈൻ, ഈഥൈനാണ്. ഈ ഈഥൈനിൽ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് പകരം ഒരു ഹാലജൻ വന്നു. അതാണിപ്പോൾ ബ്രോമോ ഈഥൈൻ അല്ലെങ്കിൽ ഈഥൈൽ ബ്രോമൈഡ് എന്നൊക്കെ പേര് കൊടുക്കാം. വിച്ച് ഈസ് ട്രീറ്റഡ് വിത്ത് ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ഷൻ നടക്കാം. എന്താ പ്രോഡക്റ്റ് നോക്കാം. ഈ കെയും ഈ Br-ഉം കൂടെ കൂടിയിട്ട് എന്തുണ്ടാവും? KBr. കെയും Br-ഉം കൂടെ കൂടിയിട്ട് KBr. ഇവിടെ നടക്കേണ്ടത് ഡീഹൈഡ്രോ ഹാലോജിനേഷനാണ്. ഡീഹൈഡ്രോ ഹാലോജിനേഷൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ വാട്ടർ എന്നുള്ളതാണ്. അപ്പോൾ ഡീഹൈഡ്രോ അവിടെ വാട്ടർ പോകണം. ഡീഹാലോജിനേഷൻ അവിടുന്ന് ഹാലജനും പോകണം. അങ്ങനെ ഈ ഹാലജൻ പോണത് കെയുടെ കൂടെ, അങ്ങനെ KBr. വാട്ടർ പോകണം. അപ്പോൾ ഇവിടെ OH ഉണ്ട്, ഇനിയൊരു H കൂടെ വേണം. ആ H എവിടെ നിന്ന് പോവും? ബീറ്റ കാർബണിൽ നിന്നാണ് ആ ഹൈഡ്രജൻ പോകേണ്ടത്. അതായത് ഇപ്പോൾ ഹാലജൻ അറ്റാച്ച് ചെയ്യപ്പെട്ട കാർബൺ ഇത്, അതിൻ്റെ പേര് ആൽഫ കാർബൺ. ആൽഫ കാർബൺ അറ്റാച്ച് ചെയ്യപ്പെട്ട കാർബൺ ഇത്, അതിൻ്റെ പേര് ബീറ്റ കാർബൺ. അതിലത്തെ ഹൈഡ്രജൻ, അതായത് ബീറ്റ ഹൈഡ്രജൻ ആണ് എലിമിനേറ്റ് ചെയ്യേണ്ടത്, അവിടുന്ന് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഈ OH-ഉം ഇതിൽ നിന്നൊരു H-ഉം കൂടെ എടുത്തിട്ട് എന്ത് ചെയ്യാം? H2O പോവും. H2O പ്ലസ്. ഇനി ഇവിടെ ആരാ ബാക്കിയുള്ളത് അല്ലേ? ഈ CH3 ഒരു H പോയില്ലേ. അപ്പോൾ ഇവിടെ CH2, ഇവിടെയും CH2. അപ്പോൾ CH2 അതിൻ്റെ ഇടയിലുള്ള ബോണ്ട് ഏതായിരിക്കും? നോക്ക്, ഈ കാർബണിൻ്റെ കൂടെ 2 ഹൈഡ്രജനേ ഉള്ളൂ. അപ്പോൾ അവിടെ ഏത് ബോണ്ട് വേണം? ഡബിൾ ബോണ്ട് വേണം. CH2 ഡബിൾ ബോണ്ട് CH2. ഈ കോമ്പൗണ്ട് പേര് എത്തീൻ എന്നാണ് വിളിക്കുക, എത്തീൻ. അത് ശ്രദ്ധിക്കേണ്ടത്, ആൽക്കൈൽ ഹാലൈഡിന് ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ഷൻ നടന്നാൽ ഡീഹൈഡ്രോ ഹാലോജിനേഷൻ നടന്ന് ബാക്കി നമുക്ക് എന്ത് കിട്ടും? ആൽക്കീൻ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും.
ഇവിടുത്തെ വാട്ടർ ഉണ്ടാവാനുള്ള ഹൈഡ്രജൻ പോണത് ബീറ്റ കാർബണിൽ നിന്നാണ്. സോ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ബീറ്റ എലിമിനേഷൻ. ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ എക്സാമ്പിൾ ആണ് ഈ ആൽക്കൈൽ ഹാലൈഡിൽ നിന്നും ആൽക്കീൻ ഉണ്ടാക്കുന്ന ഈ പ്രോസസ്സ്. ഓക്കെ, ഇനി നമുക്ക് ആൽക്കീനുകളുടെ കുറച്ച് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കീൻ. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കീൻ. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നമ്മൾ ഒരു ആൽക്കീൻ എടുത്തു, CH2 ഡബിൾ ബോണ്ട് CH2, എന്നിട്ട് അതിലേക്ക് ഒരു ഹൈഡ്രജൻ ഹാലൈഡ് ആഡ് ചെയ്യാം. സപ്പോസ് HBr ഹൈഡ്രജൻ ഹാലൈഡ് ആഡ് ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഒരു ഹൈഡ്രജൻ ഒരു കാർബണിലേക്ക് വരും, ഒരു ബ്രോമിൻ അടുത്ത കാർബണിലേക്ക് വരും, ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടായിട്ട് മാറും അല്ലേ? രണ്ട് എലമെൻറ്റ് വരുമ്പോൾ ഡബിൾ ബോണ്ട് എന്തായിട്ട് മാറും? സിംഗിൾ ബോണ്ടായിട്ട് മാറും. ഇവിടെ രണ്ട് കാർബൺ ഒരേപോലെയാണ്, അതുകൊണ്ട് ഏതിലേക്കും ഹൈഡ്രജൻ വരാം, ഏതിലേക്കും ബ്രോമിനും വരാം. അപ്പോൾ നമ്മൾ തൽക്കാലം ഹൈഡ്രജൻ ഈ കാർബണിലേക്കും ബ്രോമിൻ ഈ കാർബണിലേക്കും കൊടുക്കുക, ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടായിട്ട് മാറ്റും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? CH3 CH2 Br അല്ലേ? ബ്രോമോ ഈഥൈൻ CH3 CH2 Br. ഇനി നമ്മൾ വേറൊരു ആൽക്കീൻ എടുക്കാം. CH3 CH ഡബിൾ ബോണ്ട് CH2 HBr എന്നാണ് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത്. HBr ആഡ് ചെയ്യാം. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ഇതൊരു ആൽക്കീനാണ്, ഇത് വേറെ ആൽക്കീൻ, ഇത് പ്രൊപ്പീൻ എന്നാണല്ലോ അതിൻ്റെ പേര്. ഇപ്പം ഇവിടെ ഈ ഡബിൾ ബോണ്ടിൻ്റെ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്താൽ രണ്ട് സൈഡിലേക്കും ഒരേ ആൾക്കാരാണ് വരിക, ഒരേ ഗ്രൂപ്പാണ്. അങ്ങനെ ഒരു ഡബിൾ ബോണ്ടിൻ്റെ ഭാഗം ബ്രേക്ക് ചെയ്യുമ്പോൾ രണ്ട് സൈഡും ഒരേ ഗ്രൂപ്പ് വരികയാണെങ്കിൽ നമ്മൾ അതിനെ സിമ്മട്രിക്കൽ ആൽക്കീൻ എന്നാണ് വിളിക്കുക. അതിന് വിളിക്കുന്ന പേരെന്താണ്? സിമ്മട്രിക്കൽ ആൽക്കീൻ. അതേസമയം ഇവിടെ ഡബിൾ ബോണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് CH2 മറ്റൊരു ഭാഗത്ത് CH3CH ഒരേപോലെ അല്ല. അപ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് അൺസിമ്മട്രിക്കൽ ആൽക്കീൻ. അതിനെ വിളിക്കുന്ന പേരെന്താണ്? അൺസിമ്മട്രിക്കൽ ആൽക്കീൻ. അൺസിമ്മട്രിക്കൽ ആൽക്കീൻ എന്നാണ് വിളിക്കുക. അപ്പോൾ ഈ അൺസിമ്മട്രിക്കൽ ആൽക്കീനിലേക്ക് ഹൈഡ്രജൻ ഹാലൈഡ് ആഡ് ചെയ്താൽ, നമുക്കറിയാം ഹാലജൻ നെഗറ്റീവ് ചാർജ് ഉള്ളവരാണ്. അങ്ങനെ ഹൈഡ്രജൻ ഹാലൈഡ് ആഡ് ചെയ്താൽ ഹാലജൻ ഷുഡ് അറ്റാച്ച് ദ ഡബിൾ ബോണ്ട് കാർബൺ. അത് രണ്ടാളും ഡബിൾ ബോണ്ടുള്ള കാർബണാണ്. ഹാലജൻ ഷുഡ് അറ്റാച്ച് ദ ഡബിൾ ബോണ്ട് കാർബൺ ഹാവിങ് ലീസ്റ്റ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹാലജൻ ഷുഡ് അറ്റാച്ച് ദ ഡബിൾ ബോണ്ട് കാർബൺ ഹാവിങ് ലീസ്റ്റ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ നമ്മൾ എവിടേക്കാണ് കൊടുക്കുക? ഹാലജൻ എവിടേക്ക് വരണം? ഡബിൾ ബോണ്ട് കാർബണിൽ ഹൈഡ്രജൻ കുറവുള്ള ഭാഗത്തേക്ക് വരണം. ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ രണ്ട് ഹൈഡ്രജൻ. അപ്പോൾ എവിടേക്ക് കൊടുക്കും? ഈ കാർബണിലേക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് CH3 CHBr. അപ്പോൾ ഹൈഡ്രജൻ പിന്നെ ഇതിലേക്കല്ലോ കേട്ടോ. ഹാലജൻ ഇവിടെ വന്നാൽ ഹൈഡ്രജൻ പിന്നെ ഈ ഡബിൾ ബോണ്ട് കാർബണിലേക്ക് പോകണം, CH3. അപ്പോൾ ഈ രണ്ട് എലമെൻറ്റ് വന്നതുകൊണ്ട് ഡബിൾ ബോണ്ട് എന്തായിട്ട് മാറും? സിംഗിൾ ബോണ്ടായിട്ട് മാറും. ഇപ്പോൾ നമ്മൾ പറഞ്ഞു, വെൻ ഹൈഡ്രജൻ ഹാലൈഡ് ആഡഡ് ടു അൺസിമ്മട്രിക്കൽ ആൽക്കീൻ, ദ ഹാലജൻ ഷുഡ് അറ്റാച്ച് ദ ഡബിൾ ബോണ്ട് കാർബൺ ഹാവിങ് ലീസ്റ്റ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റം കുറഞ്ഞ ഡബിൾ ബോണ്ട് കാർബണിലേക്കാണ് ഹാലജൻ വരേണ്ടത്. ഇത് റൂളാണ്. ഈ റൂളിൻ്റെ പേരാണ് മാർക്കോണിക്കോവ്സ് റൂൾ. ഈ റൂളിൻ്റെ പേര് മാർക്കോണിക്കോവ്സ് റൂൾ. അപ്പം എന്താണ് മാർക്കോണിക്കോവ്സ് റൂൾ എന്ന് പറഞ്ഞാൽ? വെൻ ഹൈഡ്രജൻ ഹാലൈഡ് ഈസ് ആഡഡ് ടു അൺസിമ്മട്രിക്കൽ ആൽക്കീൻ, ദ ഹാലജൻ ഷുഡ് അറ്റാച്ച് ദ ഡബിൾ ബോണ്ട് കാർബൺ ഹാവിങ് ലീസ്റ്റ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഇതാണ് മാർക്കോണിക്കോവ്സ് റൂൾ. ഓക്കെ, ഇനി നമുക്ക് ഇതേ റിയാക്ഷൻ തന്നെ നടക്കുന്നത്, ഇപ്പോൾ ഇതേ റിയാക്ഷൻ നടക്കുന്നത് പെറോക്സൈഡിൻ്റെ പ്രസൻസിലാണെങ്കിൽ, ഞാനിതൊന്നും കൂടെ അങ്ങോട്ട് എഴുതുകയാണ്. CH3 CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് HBr.
ഇതേ റിയാക്ഷൻ നടക്കുന്നത് പെറോക്സൈഡിൻ്റെ പ്രസൻസിലാണെങ്കിൽ അവിടെ മാർക്കോണിക്കോപ്സ് റൂൾ അല്ല നമ്മൾ ഒബേ ചെയ്യേണ്ടത്, ആൻറ്റി മാർക്കോണിക്കോപ്സ് റൂളാണ്. അതായത് മാർക്കോണിക്കോപ്സ് റൂളിന് എതിരായിട്ടാണ് നമ്മൾ പ്രോഡക്റ്റ് എഴുതേണ്ടത്. അപ്പം എങ്ങനെ ചെയ്യും? പെറോക്സൈഡിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ആൻറ്റി മാർക്കോണിക്കോപ്സ് റൂൾ നമ്മൾ എടുക്കണം. അത് ഏതായിരിക്കും റൂള്? ഹൈഡ്രജൻ ഹാലൈഡ് ഈസ് ആഡഡ് ടു അൺസിമെട്രിക്കൽ ആൽക്കീൻ. The halogen should attach the double bond carbon having more number of hydrogen atom. Halogen should attach double bond carbon atom having more number of hydrogen atom. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് എങ്ങനെയാണ് വരിക? CH3 അല്ലേ, ഇവിടേക്ക് ഹൈഡ്രജനും കൊടുക്കുക, ബ്രോമിന് ഇവിടേക്കും കൊടുക്കുക. അപ്പോൾ CH2Br ഇങ്ങനെ പ്രോഡക്റ്റ് കിട്ടും. ഈ റൂളിൻ്റെ പേരെന്താണ്? ആൻറ്റി മാർക്കോണിക്കോപ്സ് റൂൾ. അതിൻ്റെ പേര് ആൻറ്റി മാർക്കോണിക്കോപ്സ് റൂൾ. അപ്പോൾ എന്താ ആൻറ്റി മാർക്കോണിക്കോപ്സ് റൂൾ എന്ന് പറഞ്ഞാൽ? വെൻ ഹൈഡ്രജൻ ഹാലൈഡ് ഈസ് ആഡഡ് ടു അൺസിമെട്രിക്കൽ ആൽക്കീൻ, ഹാലജൻ ഇൻ പ്രസൻസ് ഓഫ് പെറോക്സൈഡ്, ഹാലജൻ ഷുഡ് അറ്റാച്ച് the double bond carbon atom having more number of hydrogen atom. That is anti-Markovnikov's rule. Then alkynes. ആൽക്കൈനുകൾ YN ആണ്. അപ്പോൾ കാർബൺ ബോണ്ട് ഏതായിരിക്കണം? ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കണം. അവരുടെ ജനറൽ ഫോർമുല നമുക്കറിയാം, CnH2n-2. CnH2n-2. അപ്പം അങ്ങനെയാണെങ്കിൽ അപ്പോൾ നമ്മൾ 2 കാർബൺ ആറ്റം എടുക്കുക കേട്ടോ. N = 2 ആണെങ്കിൽ ഹൈഡ്രജൻ്റെ എണ്ണം എത്രയായിരിക്കും? 2 × 2 4 4 - 2 2. അപ്പോൾ C2H2 എന്താണ്? ആൽക്കൈനാണ്. എങ്ങനെ ആൽക്കൈനായി നോക്കാം? 2 കാർബൺ 2 ഹൈഡ്രജൻ ഉണ്ട്. ഒരു ഹൈഡ്രജൻ ഇവിടെ കൊടുത്തു, ഒരു ഹൈഡ്രജൻ ഇതിൽ കൊടുത്തു. കാർബണിൻ്റെ വാലൻസി 4 ആണല്ലോ. ഒരു പാർട്ടിൽ ഹൈഡ്രജൻ, ബാക്കി 3 ഭാഗം നമ്മൾ എന്ത് ചെയ്യുക? ബോണ്ട് കൊടുക്കണം. അങ്ങനെ CH ട്രിപ്പിൾ ബോണ്ട് CH കിട്ടി. ഇതിൻ്റെ പേരാണ് എഥൈൻ കേട്ടോ. ഈ എത്ത് ട്രിപ്പിൾ ബോണ്ട് വന്നതുകൊണ്ട് YNE. സോ ഇറ്റ്സ് നെയിം ഈസ് എഥൈൻ. അപ്പം നമുക്ക് അടുത്തൊരു കോമ്പൗണ്ട് നോക്കാം. C4 ആണെങ്കിൽ ഹൈഡ്രജൻ എത്രയായിരിക്കും? 2 × 4 8 8 - 2 6. അപ്പോൾ C4H6ൻ്റെ സ്ട്രക്ചർ നമുക്ക് ജസ്റ്റ് നോക്കാം. 4 കാർബൺ ആറ്റം, ആൽക്കൈനാണ്, YNE ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കാർബണിൽ ട്രിപ്പിൾ ബോണ്ട് കൊടുക്കാം. അപ്പം പിന്നെ കൊടുത്ത കാർബണിൻ്റെ പൊസിഷനൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ നെയിമിങ്ങിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. അപ്പോൾ 2ാമത്തെ കാർബണിലാണ് കൊടുത്തത്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ബ്യൂട്ട് 2 വൈൻ എന്ന് കൊടുക്കേണ്ടി വരും, YNE. അപ്പം ഇനി നോക്ക്, ബാക്കിയൊക്കെ സിംഗിൾ ബോണ്ട്. ഹിയർ 3 കാർബൺ ഹൈഡ്രജൻ ആറ്റം. ഇവിടെ കാർബണിൻ്റെ പിന്നാലെ 1 2 3 4 4 ബോണ്ട് ഉണ്ട്. അപ്പോൾ ഹൈഡ്രജൻ വേണ്ട. ഈ കാർബണിനും 3 + 1 4 ബോണ്ട് ഉണ്ട്. നോ നീഡ് ഓഫ് ഹൈഡ്രജൻ. ഈ കാർബണിന് 3 ഹൈഡ്രജൻ. നോക്ക്, ഫോർമുല ക്ലിയർ ആണോ? നോക്ക്, 1 2 3 4 4 കാർബൺ ആറ്റം. ഹൈഡ്രജനോ 3 + 3 6 ഹൈഡ്രജൻ ആറ്റം. ഇറ്റ്സ് നെയിം ഈസ് 4 കാർബൺ. സോ ബ്യൂട്ട്. ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്, YNE. ട്രിപ്പിൾ ബോണ്ടിൻ്റെ പൊസിഷൻ ഏതാ? ഇവിടെ നിന്ന് എണ്ണി നോക്കുക, 1 2 2ാമത്തെ കാർബണിലാണ്. അവിടെ നിന്ന് എണ്ണി നോക്കിയാലും 2ാമത്തെ കാർബണിലാണ്. ആ ബ്യൂട്ട് 2 വൈൻ. ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം? ഈ ആൽക്കൈനുകൾക്ക് നമ്മൾ പേര് കൊടുക്കുന്നത് ഈ മെത്തേഡിലൂടെയാണ്. ഇനി നമുക്ക് ആൽക്കൈനുകൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൻസ്. ആൽക്കൈനുകളുടെ പ്രിപ്പറേഷൻ നമ്മൾ ഇൻഡസ്ട്രിയൽ പർപ്പസിൽ ആൽക്കൈനുകളെ നമ്മൾ പ്രിപ്പയർ ചെയ്യണത് ഫ്രം കാൽഷ്യം കാർബൈഡാണ്. കാൽഷ്യം കാർബൈഡിൽ നിന്നാണ്. കാൽഷ്യം കാർബൈഡ് എന്ന് പറഞ്ഞാൽ CaC2. ഇതാണ് കാൽഷ്യം കാർബൈഡ്. ഈ കാൽഷ്യം കാർബൈഡിലേക്ക് നമ്മൾ
2H2O ആഡ് ചെയ്യും കേട്ടോ, വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്യാം. കാൽഷ്യം കാർബൈഡിന് നമ്മൾ ഹൈഡ്രോളിസിസ് നടത്താം. കാൽഷ്യം കാർബൈഡ് പ്ലസ് 2H2O കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും? കാൽഷ്യവും വാട്ടറും കൂടെ കൂടിച്ചേർന്നാൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് കിട്ടും, CaOH ട്വൈസ്. ഇനി ഇവിടെ ആരാ ബാക്കി ഉണ്ടാവാം? കാൽഷ്യം കഴിഞ്ഞു, 2 OH കഴിഞ്ഞു അല്ലേ? ഇപ്പോൾ ടോട്ടൽ 4 ഹൈഡ്രജനും 2 ഓക്സിജനാണ്. അപ്പോൾ 2 ഓക്സിജനും 2 ഹൈഡ്രജനും കഴിഞ്ഞു. ഇനി ഇവിടെ 2 ഹൈഡ്രജനും ഉണ്ട്, ഇവിടെ 2 കാർബണും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? C2H2 എന്ന് പറഞ്ഞാൽ 2 കാർബൺ ആറ്റം, അതിൻ്റെ ഇടയിൽ ട്രിപ്പിൾ ബോണ്ട്, അതാണ് C2H2. അതിൻ്റെ പേരാണ് എഥൈൻ. അതിൻ്റെ വേറെ പേരാണ് അസറ്റലീൻ. എഥൈൻ ഓർ അസറ്റലീൻ ആണ് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ കാൽഷ്യം കാർബൈഡിനെ ഹൈഡ്രോളിസിസ് നടത്തിയാൽ നമുക്ക് കിട്ടുന്ന എന്താണ്? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് പ്ലസ് എഥൈൻ. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ആൽക്കൈൻ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് ആൽക്കൈൻ ഉണ്ടാക്കാനുള്ള രണ്ടാമത്തെ മെത്തേഡാണ് ഫ്രം വിസിനൽ ഡൈഹാലൈഡ്സ്. വിസിനൽ ഡൈഹാലൈഡിൽ നിന്നും എങ്ങനെ ആൽക്കൈൻ ഉണ്ടാക്കാം? അപ്പോൾ വിസിനൽ ഡൈഹാലൈഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 ഹാലജൻ, 2 തൊട്ടടുത്ത കാർബണിലായിട്ട് ഹാലജൻ കാണിക്കുന്നതിനെയാണ് നമ്മൾ വിസിനൽ ഡൈഹാലൈഡ് എന്ന് പറയാം. സപ്പോസ് CH2Br ഇതൊരു വിസിനൽ ഡൈഹാലൈഡാണ്. ഇതിൻ്റെ പേരെന്തായിരിക്കും? 1,2 2 കാർബൺ ആറ്റത്തിലും 1,2 ഡൈബ്രോമോ ഈഥൈൻ എന്നാണ് പേര് വരിക. 1,2 ഡൈബ്രോമോ ഈഥൈൻ വിസിനൽ ഡൈഹാലൈഡാണ്. ഇതിന് നമ്മൾ ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ഷൻ നടക്കാം. ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ അവിടെ ഡീഹൈഡ്രോ ഹാലോജിനേഷനാണ് നടക്കുക. ഡീഹൈഡ്രോ ഹാലോജിനേഷൻ, അതായത് ഇവിടുത്തെ ഹാലജനും പോവും, അവിടുന്ന് ഒരു വാട്ടറും പോവും. അതാണ് ഡീഹൈഡ്രോ ഹാലോജിനേഷൻ. അപ്പോൾ നമുക്ക് പിന്നെ ഈ കെയും ഒരു Br കൂടെ എന്തായി? KBr പോയി. പിന്നെ ഈ OHും പിന്നെ ഇവിടെ നിന്ന് ഒരു Hും കൂടെ എടുത്തിട്ട് എന്ത് സംഭവിക്കാം? H2Oയും പോയി. അപ്പോൾ ഡീഹൈഡ്രോ ഹാലോജിനേഷനായി. ഹൈഡ്രജനും വാട്ടറും പോയി, ഹാലജനും പോയി. അപ്പോൾ ഡീഹൈഡ്രോ ഹാലോജിനേഷൻ. ഇനി ഇവിടെ ആരൊക്കെ ബാക്കി ഉണ്ടാവാം? ഇനി ഇവിടെ ഉള്ളത് ആകെ ഒരു CH2 ഉള്ളത്. ഇവിടെ CH ഉണ്ട്, ഒരു Br ഉണ്ട് അല്ലേ? ഇവിടുത്തെ ഒരു H പോയല്ലോ വാട്ടറിന് വേണ്ടിയിട്ട്, ഈ Br പോയി KBrന് വേണ്ടിയിട്ടും. അപ്പം ഇവിടെ ബാക്കിയുള്ളത് ഇവിടെ ഒരു CH2, ഇവിടെ CHBr. CH2 CHBr. അപ്പം ഇനി നോക്ക്, കാർബണിൻ്റെ വാലൻസി 4ആണ്. ഈ കാർബണിൻ്റെ പിന്നാലെ 2 എലമെൻറ്റേ ഉള്ളൂ. അപ്പോൾ ബോണ്ട് ഏതാ കൊടുക്കുക? ഡബിൾ ബോണ്ട് കൊടുക്കണം അല്ലേ? അപ്പോൾ CH2 ഡബിൾ ബോണ്ട് CHBr എന്ന് വന്നു. ഇനി ഈ കോമ്പൗണ്ടിന് നമ്മൾ ഇതിൽ നിന്ന് സോഡിയം ബ്രോമൈഡും അമോണിയയും പോവാം. നമ്മൾ NaNH2മായിട്ട് റിയാക്ഷൻ നടത്താം. ഇതിന് ഈ കോമ്പൗണ്ടിന് നമ്മൾ NaNH2മായിട്ട് റിയാക്ഷൻ നടത്താം. അങ്ങനെ റിയാക്ഷൻ നടന്നാൽ ഈ സോഡിയവും ഈ ബ്രോമിനും കൂടെ പോകും. ഒരു NaBr അവിടുന്ന് പോയി. പിന്നെ ഈ NH2ഉം ഇവിടെ നിന്ന് ഒരു H എടുത്തിട്ട് ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജൻ എടുത്തിട്ട് ആരും കൂടെ പോവും? NH3യും പോയി. പിന്നെ ഇവിടെ ആരാ ബാക്കിയുള്ളത്? ഇവിടെ CH ഉണ്ട്, ഇവിടെ CH ഉണ്ട്. ഈ Br NaBrന് വേണ്ടി പോയി, ഈ H അമോണിയ ഉണ്ടാക്കാൻ വേണ്ടിയും പോയി. അവർ CHും CHും. അപ്പോൾ നമുക്ക് CH എന്ന് എഴുതിയാൽ അതിൻ്റെ ഇടയിലുള്ള ബോണ്ട് ഏതാ വരിക? ഏത് ബോണ്ടാണ് ഇടയിൽ വരിക? കാർബണിൻ്റെ വാലൻസി 4 ആണ്, ഒരു ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏത് ബോണ്ട് കൊടുക്കണം? ട്രിപ്പിൾ ബോണ്ട് കൊടുക്കണം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? എഥൈൻ, അതായത് ആൽക്കൈൻ ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ആൽക്കൈൻ ഉണ്ടാക്കാനുള്ള രണ്ടാമത്തെ ഒരു മെത്തേഡ് ഫ്രം വിസിനൽ ഡൈഹാലൈഡ് എന്നുള്ളതാണ്. വിസിനൽ ഡൈഹാലൈഡ് എന്ന് പറഞ്ഞാൽ 2 തൊട്ടടുത്ത കാർബണിലും ഹാലജൻ വരാം.
അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് 1,2 ഡൈബ്രോമോ ഈഥൈൻ. അതിന് നമ്മൾ ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ഷൻ നടന്നു. അപ്പോൾ അവിടെ ഡീഹൈഡ്രോ ഹാലോജിനേഷൻ നടക്കും. അതായത് ഇവിടുത്തെ ഹാലജനും പോവും, പിന്നെ ഈ OHും ഇതിലൊരു Hും കൂടെ വാട്ടറും പോവും. അപ്പോൾ നമ്മൾ ഈ കെയും ഈ Br കൂടെ KBr പോയി, ഈ OHും ഇതിലത്തെ ഒരു Hും കൂടെ എടുത്തിട്ട് എന്ത് ചെയ്തു, കെയും ഈ Br കൂടെ KBr പോയി, OHും ഇതിലത്തെ ഒരു ഹൈഡ്രജനും കൂടെ എടുത്തിട്ട് നമ്മൾ H2O പോയി. പിന്നെ നമുക്ക് ആരെ കിട്ടി, സി, ഈ 2 ഹൈഡ്രജൻ, ഈ സിൻ്റെ കൂടെ ഒരു ഹൈഡ്രജനും ഒരു Br. അപ്പോൾ അവിടെ ഡബിൾ ബോണ്ട് വരും. എന്നിട്ട് ആ കോമ്പൗണ്ടിലേക്ക് നമ്മൾ സോഡാമൈഡ് NaNH2 ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, Brഉം ഈ Na കൂടെ NaBr പോയി, ഈ NH2ഉം ഇതിലത്തെ ഒരു ഹൈഡ്രജനും കൂടെ NH3 അമോണിയയും അവിടുന്ന് എലിമിനേറ്റ് ചെയ്തു. ബാക്കിയുള്ളത് CH. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ബോണ്ട് ട്രിപ്പിൾ ബോണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ 2 മെത്തേഡിലൂടെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ആൽക്കൈനുകളെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ആൽക്കൈൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ്. അതിൽ ഫസ്റ്റ് വൺ, അഡീഷൻ ഓഫ് വാട്ടർ. സപ്പോസ് നമ്മളൊരു ആൽക്കൈൻ എടുക്കാം, CH ട്രിപ്പിൾ ബോണ്ട് CH, അതിലേക്ക് വാട്ടർ ആഡ് ചെയ്യാം അല്ലേ, വാട്ടർ H2O. അതായത് നമുക്ക് HOH എന്ന് എഴുതാം അല്ലേ, H2O ഒന്ന് പറയാനുള്ള എളുപ്പത്തിന് വേണ്ടി HOH എന്ന് എഴുതിയെന്നേ ഉള്ളൂ. പൊതുവെ ആൽക്കൈനുകളിലേക്ക് ഹൈഡ്രോളിസിസ് നടക്കാറില്ല. ആൽക്കൈനും വാട്ടറും തമ്മിലുള്ള റിയാക്ഷൻ വളരെ റയറാണ്. എന്നാൽ മെർക്കുറിക് സൾഫേറ്റിൻ്റെ പ്രസൻസിൽ, അത് HgSO4ൻ്റെ പ്രസൻസ് ആൻഡ് വെരി ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡും, ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡിൻ്റെയും അതേപോലെ തന്നെ 1% മെർക്കുറിക് സൾഫേറ്റിൻ്റെയും പ്രസൻസിൽ എന്ത് ചെയ്യും, ഈ ആൽക്കൈനും വാട്ടറും തമ്മിലുള്ള റിയാക്ഷൻ നടക്കും. അങ്ങനെ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഒരു ഹൈഡ്രജൻ ഒരു കാർബണിലേക്കും പിന്നെ OH അടുത്ത കാർബണിലേക്കും വരും. ഹൈഡ്രജൻ ഒരു കാർബണിലേക്ക്, OH അടുത്ത കാർബണിലേക്കും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, CH2. ഈ H ഇങ്ങോട്ട് വന്നു, അപ്പോൾ CH2, പിന്നെ CH, ഈ CH എഴുതി, പിന്നെ ഈ OHും കൂടെ ഇങ്ങോട്ട് വരിക, OH. അപ്പം നോക്ക്, ഈ കാർബണിൻ്റെ കൂടെ 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ പിന്നെ എത്ര ബോണ്ടാണ് വേണ്ടി വരിക, ബാലൻസ് 4ആണ്. അപ്പോൾ 2 ബോണ്ട് വേണം. അപ്പോൾ CH2 ഡബിൾ ബോണ്ട് CHOH. ഇതിനെ നമുക്ക് വിനൈൽ ആൽക്കഹോൾ എന്നൊക്കെ വിളിക്കാം, വിനൈൽ ആൽക്കഹോൾ. ഈ കോമ്പൗണ്ടിൻ്റെ പേരാണ് വിനൈൽ ആൽക്കഹോൾ. ഈ വിനൈൽ ആൽക്കഹോളിൻ്റെ പ്രത്യേകത, ഇത് അൺസ്റ്റേബിളാണ്, വളരെ അൺസ്റ്റേബിളാണ്. അതായത് ഇതിനിപ്പോൾ നമുക്കറിയാം, നോക്കുമ്പോൾ ഡബിൾ ബോണ്ടും ഉണ്ട്, OH ഉണ്ട്. അപ്പോൾ ഡബിൾ ബോണ്ട് വന്ന ആൽക്കീനാണ്, OH വന്നാലോ ആൽക്കഹോളാണ്. അപ്പോൾ ഇതിനെ ഈൻ ഓൾ എന്നാണ് ഇത്തരം കോമ്പൗണ്ടിനെ വിളിക്കുക, ഈനോള്. അപ്പോൾ വിനൈൽ ആൽക്കഹോൾ ഇവിടെ ഒരു ഈനോളാണ്. അപ്പോൾ ഈ വിനൈൽ ആൽക്കഹോൾ പൊതുവെ അൺസ്റ്റേബിൾ ആണ്. അതുകൊണ്ട് അവർ പെട്ടെന്ന് എന്ത് ചെയ്യും, സ്റ്റേബിൾ ആയിട്ടുള്ള ഫോമിലേക്ക് റീഅറേഞ്ച് ചെയ്യും. അങ്ങനെ സ്റ്റേബിൾ ആയിട്ടുള്ള ഫോമിലേക്ക് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഈ ഹൈഡ്രജൻ ഈ കാർബണോട് കൂടെ കൂടിച്ചേരും. നമുക്ക് അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കാം. ഈ ഹൈഡ്രജൻ ഈ കാർബണിലേക്ക് വരും, അവ എന്തായി, CH3. പിന്നെ CH ഉണ്ട്, O ഉണ്ട്. ഇനി നോക്ക്, ഇവിടെ CH3 എന്ന് എഴുതിയ സ്ഥിതിക്ക് ഇതിൻ്റെ പുറത്ത് ഒരു ബോണ്ടേ പാടുള്ളൂ അല്ലേ, സിംഗിൾ ബോണ്ടേ പാടുള്ളൂ. കാർബണിൻ്റെ ബാലൻസ് 4ആണല്ലോ, ഒരു ബോണ്ട് ഇങ്ങോട്ടുണ്ട്, ഒരു ഭാഗത്ത് ഹൈഡ്രജനും ഉണ്ട്. അപ്പോൾ 2 ആൾ അവിടെ ഉണ്ട്. അപ്പോൾ ഇനി ഇതിലേക്കുള്ള ബോണ്ട് ഏതായിരിക്കും വരിക, ഡബിൾ ബോണ്ട് വരണം. CH3 CHO എന്നാണ് വായിക്കുക കേട്ടോ, CH3 CHO. അതിൻ്റെ പേര് ആൽഡിഹൈഡ് എന്നാണ് വിളിക്കുക, ആൽഡിഹൈഡ്. അപ്പോൾ ഈ ഈനോള് അത് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഐസോമറായിട്ട്, ഏത് ഐസോമറായിട്ട് മാറി, ആൽഡിഹൈഡായിട്ട് മാറി. അങ്ങനെ ഈനോള് ആൽഡിഹൈഡായിട്ട് മാറാം. അതിനെ കീറ്റോ ഈനോൾ ടോട്ടോമറൈസേഷൻ എന്നാണ് വിളിക്കുക. നോക്കി, ഇത് കിട്ടിയത് കീറ്റോ അല്ലേ, കീറ്റോണാണ്. C ഡബിൾ ബോണ്ട് O എന്ന് വന്ന ഏതാണ്, കീറ്റോ ഗ്രൂപ്പാണ്. ഇതോ ഈനോളാണ്. അപ്പോൾ കീറ്റോ ഈനോൾ ടോട്ടോമറൈസേഷനാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വാട്ടർ, ആൽക്കൈനിലേക്ക് വാട്ടർ ആഡ് ചെയ്യുക,
in presence of mercuric sulfate and dilute sulfuric acid. First we get a vinyl alcohol. It is very unstable, so it rearranges. Rearrangement വരുത്തിയിട്ട് അതെന്തായിട്ട് മാറും? CH3 C ഡബിൾ ബോണ്ട് O H ഒരു കീറ്റോൺ ആയിട്ട് മാറും. അപ്പോൾ ഇതിനെ കീറ്റോണും ഈനോൾ അല്ലെങ്കിൽ ഈ രൂപത്തിൽ മാറുന്നതിന് നമ്മൾ ടോട്ടോമറൈസേഷൻ എന്നാണ് വിളിക്കുക. ഇവർ രണ്ടാളുമാണ് ടോട്ടോമേഴ്സ്. ടോട്ടോമറൈസേഷൻ. ഇവിടെ ടോട്ടോമറൈസേഷൻ നടന്ന ആരൊക്കെ തമ്മിലാണ്? കീറ്റോണും ഈനോളും തമ്മിലാണ്. സോ ഇറ്റ് ഈസ് കീറ്റോ ഈനോൾ ടോട്ടോമറൈസേഷൻ. കീറ്റോ ഇനോൾ ടോട്ടോമറൈസേഷൻ എന്നാണ് വിളിക്കുക. കീറ്റോ ഇനോൾ ടോട്ടോമറൈസേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു റിയാക്ഷൻ നോക്കാം. സൈക്ലിക് പോളിമറൈസേഷൻ. അഡീഷൻ ഓഫ് വാട്ടർ കഴിഞ്ഞാൽ പിന്നെ സൈക്ലിക് പോളിമറൈസേഷൻ. സൈക്ലിക് പോളിമറൈസേഷൻ. സപ്പോസ് നമ്മൾ ഏറ്റവും ചെറിയ ആൽക്കൈൻ എടുക്കുകയാണ്, CH ട്രിപ്പിൾ ബോണ്ട് CH, അതായത് എഥൈൻ. CH ട്രിപ്പിൾ ബോണ്ട് CH, ദാറ്റ് ഈസ് എഥൈൻ. ഈ എഥൈനെ നമ്മൾ ഒരു റെഡ് ഹോട്ട് ട്യൂബിലൂടെ കടത്തിവിടാം. റെഡ് ഹോട്ട് അയൺ ട്യൂബിലൂടെ കടത്തിവിടാം. അപ്പോൾ നമ്മളടുത്ത് ഈഥൈൻ ഉണ്ട്. ഈ ഈഥൈനെ നമ്മൾ എന്ത് ചെയ്യുക? റെഡ് ഹോട്ട് അയൺ ട്യൂബിലൂടെ കടത്തിവിടുക. അപ്പോൾ അത് സൈക്ലിക് പോളിമറൈസേഷൻ നടക്കും. അതായത് 3 CH ട്രിപ്പിൾ ബോണ്ട് CH ആണ് റെഡ് ഹോട്ട് അയൺ ട്യൂബിലൂടെ കടത്തിവിടുന്നത്. അപ്പോൾ അവിടെ സംഭവിക്കുക, പിന്നെ ഇപ്പോൾ ഒരു CH ട്രിപ്പിൾ ബോണ്ട്, ഒരു എഥൈൻ എന്ന് പറഞ്ഞാൽ 2 കാർബൺ ആറ്റം അല്ലേ? അപ്പോൾ 3 എഥൈൻ എന്ന് പറഞ്ഞാൽ എത്ര കാർബൺ ആറ്റവും? 3 × 2 6 കാർബൺ ആറ്റം വരും അല്ലേ? 6 കാർബൺ ആറ്റം. അതേപോലെ ഇവിടെ 2 ഹൈഡ്രജൻ, 2 × 3 6 ഹൈഡ്രജൻ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഏത് മോളിക്യൂളാണ് കിട്ടുക? C6H6. C6H6 എന്നുള്ള കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേരെന്താ? ബെൻസീൻ എന്നാണ് ഞാൻ പറയാം അല്ലേ? അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് ഫെമിലിയർ ആണ്. C6H6 ആൾട്ടർനേറ്റീവായിട്ട് ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട്. C6H6 ഇറ്റ് ഈസ് നോൺ ആസ് ബെൻസീൻ. ഈ കോമ്പൗണ്ട് പേരെന്താണ്? ബെൻസീൻ എന്ന് വിളിക്കാം. അപ്പോൾ എഥൈനെ അല്ലെങ്കിൽ അസറ്റലീനെ സൈക്ലിക് പോളിമറൈസേഷൻ നടത്താം. എങ്ങനെ? അസറ്റലീൻ ഈസ് പാസ്ഡ് ത്രൂ റെഡ് ഹോട്ട് അയൺ ട്യൂബ്. ആ സൈക്ലിക് പോളിമറൈസേഷൻ നടന്നിട്ട് നമുക്ക് എന്ത് പ്രോഡക്റ്റ് കിട്ടും? ബെൻസീൻ എന്നുള്ള പ്രോഡക്റ്റ് കിട്ടും. C6H6 ദാറ്റ് ഈസ് ബെൻസീൻ. ഓക്കെ, ഇതാണ് എഥൈൻ്റെ സൈക്ലിക് പോളിമറൈസേഷൻ. നമുക്ക് അടുത്തൊരു കോമ്പൗണ്ടാണ് ബെൻസീൻ, C6H6. നമുക്ക് ബെൻസീൻ എന്നുള്ളത് ഒരു ആരോമാറ്റിക് കോമ്പൗണ്ടാണ്. എന്തുകൊണ്ട്? ബെൻസീൻ്റെ സ്ട്രക്ചർ നമുക്കറിയാം. ഇതാണ് ബെൻസീൻ. ഒരു കോമ്പൗണ്ട് ആരോമാറ്റിക് കോമ്പൗണ്ട് ആവാനുള്ള കണ്ടീഷൻ ഒന്ന്, അത് സൈക്ലിക് ആയിരിക്കണം, അതായത് റിംഗ് സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. അതായിരിക്കുന്നുണ്ട് ബെൻസീൻ ഉണ്ട്. രണ്ടാമത്തൊന്ന് പ്ലനാർ ആയിരിക്കണം, അതായത് ഒരു പ്ലെയിനിൽ ഇങ്ങനെ വെക്കാൻ പറ്റുന്ന കോമ്പൗണ്ട് ആയിരിക്കണം. ബെൻസീന് പ്ലനാറാണ്. പിന്നെ മൂന്നാമത്തെ കണ്ടീഷൻ കോൺജുഗേറ്റഡ് സിസ്റ്റം ആയിരിക്കണം. കോൺജുഗേറ്റഡ് എന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്റീവായിട്ട് സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് ഇങ്ങനെ ഉണ്ടായിരിക്കണം. നോക്കത്തെ ഡബിൾ ബോണ്ട്, പിന്നെ സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്. ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ കോൺജുഗേറ്റഡ് എന്ന് വിളിക്കുക. നാലാമത്തെ കണ്ടീഷൻ ഹക്കിൾസ് റൂള് ഒബേ ചെയ്യണം. ഹക്കിൾസ് 4n+2 പൈ റൂള് ഒബേ ചെയ്യണം. 4n+2 പൈ റൂൾ ഒബേ ചെയ്യാം. അതായത് ഇപ്പം നമ്മൾ എന്നിന് പകരം 1 എന്ന് കൊടുത്തു വിചാരിക്കുക. എന്നിന് പകരം 1 കൊടുത്താൽ എന്താ വരിക? 4 × 1+2 പൈ. അത്രയും പൈ ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് നമ്മൾ നോക്കുന്നത്. 4 × 1+2 എന്ന് പറഞ്ഞാൽ എത്രയാ? 6 പൈ ഇലക്ട്രോൺ. നമുക്ക് പൈ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട് ആണല്ലോ. അപ്പോൾ ഒരു പൈ ബോണ്ട് ഉണ്ടെങ്കിൽ അവിടെ 2 പൈ ഇലക്ട്രോൺ ഉണ്ടാവും. രണ്ടാമത്തെ പൈ ബോണ്ട് വന്നാലോ
അപ്പോൾ 4 പൈ ഇലക്ട്രോണായി. മൂന്നാമത്തെ പൈ ബോണ്ടും കൂടെ ഉണ്ട്. അപ്പോൾ എത്ര പൈ ഇലക്ട്രോണായി? 6 പൈ ഇലക്ട്രോണായി. അപ്പോൾ എന്നിന് 1 എന്ന് കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 4 × 1 + 2 പൈ ഇലക്ട്രോൺ, 6 പൈ ഇലക്ട്രോൺ എന്ന് കിട്ടി. അപ്പോൾ ബെൻസീൻ റിംഗിൽ എത്ര പൈ ഇലക്ട്രോൺ ഉണ്ട്? 2, 4, 6, 6 പൈ ഇലക്ട്രോൺ ഉണ്ട്. സോ ബെൻസീൻ ഈസ് ആൻ ആരോമാറ്റിക് കോമ്പൗണ്ട്. അപ്പം ഇനി അടുത്തൊരു ആരോമാറ്റിക് കോമ്പൗണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യണം? എന്നിന് നമ്മൾ 2 എന്ന് കൊടുക്കാം. അപ്പോൾ 4 × 2 + 2, 8 + 2 10 എന്ന് കിട്ടും. അങ്ങനെ 10 പൈ ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ആ കോമ്പൗണ്ട് എന്താണ്? ആരോമാറ്റിക്കാണ്. അതാണ് 4n + 2 പൈ റൂൾ ഒബേ ചെയ്യണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബെൻസീൻ ഒരു ആരോമാറ്റിക് കോമ്പൗണ്ട് ആണ്. എന്തുകൊണ്ടാണ്? ബെൻസീന് സൈക്ലിക് ആണ്, പ്ലനാർ ആണ്, കോൺജുഗേറ്റഡ്, ആൻഡ് ഇറ്റ് ആൾസോ ഒബേ ഹക്കിൾസ് 4n + 2 പൈ റൂൾ. ഓക്കെ, ഇനി നമുക്ക് ഈ ബെൻസീൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. പ്രിപ്പറേഷൻ ഓഫ് ബെൻസീൻ. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു പ്രിപ്പറേഷൻ നമ്മൾ ജസ്റ്റ് പഠിച്ചു കഴിഞ്ഞു. ഏതായിരുന്നു ആ പ്രിപ്പറേഷൻ? ബെൻസീൻ്റെ ഒരു പ്രിപ്പറേഷൻ നമ്മൾ പഠിച്ചു. പിന്നെ CH ട്രിപ്പിൾ ബോണ്ട് CH ഒരു 3 എടുത്തിട്ട് സൈക്ലിക് പോളിമറൈസേഷൻ നടക്കുന്ന പ്രോസസ്സ് അല്ലേ. റെഡ് ഹോട്ട് അയൺ ട്യൂബിലൂടെ നമ്മൾ ഈ അസറ്റലീനെ കടത്തിവിടുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബെൻസീൻ C6H6 പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി രണ്ടാമത്തെ നമ്മളൊരു പ്രിപ്പറേഷൻ മെത്തേഡാണ്. രണ്ടാമത്തെ മെത്തേഡ് ഇപ്പോൾ സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് എടുക്കാം. സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്. ഇപ്പോൾ ബെൻസീൻ റിങ്ങിൻ്റെ മേലെ COONA എന്ന് കൊടുത്തു. സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്, അല്ലെങ്കിൽ ഇവിടെ ബെൻസോയിക് ആസിഡ് എന്ന് പറയും. എന്നിട്ട് നമ്മൾ അതിൻ്റെ റിയാക്ഷൻ നടക്കുന്നത് +NaOH ഇൻ പ്രസൻസ് ഓഫ് CaO. സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെയും കാൽഷ്യം ഓക്സൈഡിൻ്റെയും സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ഷൻ നടക്കുക ഇൻ പ്രസൻസ് ഓഫ് CaO. ഈ NaOHും CaOയും കൂടെ കൂടിയ മിക്സ്ചറിനെയാണ് സോഡ ലൈം എന്നാണ് വിളിക്കുക. NaOHും CaOയും കൂടെ കൂടിയ മിക്സ്ചറിൻ്റെ പേരെന്താണ്? സോഡ ലൈം എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ഈസ് ട്രീറ്റഡ് വിത്ത് സോഡ ലൈം. എന്തൊക്കെ പ്രോഡക്റ്റാണ് കിട്ടുക നോക്കാം. നോക്ക്, ഈ 2 NA എടുക്കുക. അപ്പോൾ Na2, ഈ ഒരു C എടുത്തു, ഈ 2 Oയും ഈ ഒരു Oയും കൂടെ എടുത്തു. അപ്പോൾ എന്താ കിട്ടി? Na2CO3, Na2CO3 സോഡിയം കാർബണേറ്റ്. ഇനി ആരാ ബാക്കിയുള്ളത്? ഇനി ഈ ഒരു ഹൈഡ്രജൻ മാത്രം, അത് ഇവിടേക്ക് ഇങ്ങോട്ട് കയറി വരാം. ഈ COONA ഒക്കെ വരണമെങ്കിൽ ബെൻസീനത്തെ ഒരു ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു ഹൈഡ്രജൻ പോയിട്ടാണ് COONA വന്നത്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഈ ഹൈഡ്രജൻ പോയ ഹൈഡ്രജനെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരിക. അപ്പോൾ ആ കോമ്പൗണ്ട് എന്തായിട്ട് മാറും? ബെൻസീനായിട്ട് മാറും. അപ്പോൾ ബെൻസീൻ ഉണ്ടാക്കാനുള്ള ഒരു മെത്തേഡ്, സോഡിയം സാൾട്ട് ഓഫ് ബെൻസോയിക് ആസിഡിന് നമ്മൾ സോഡ ലൈമുമായിട്ട് ട്രീറ്റ് ചെയ്യാം. സോഡ ലൈം എന്ന് പറഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെയും കാൽഷ്യം ഓക്സൈഡിൻ്റെയും മിക്സ്ചറാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സോഡിയം കാർബണേറ്റ് പ്ലസ് ബെൻസീൻ. നമ്മളിങ്ങനെ ആൾട്ടർനേറ്റീവായിട്ട് ഡബിൾ ബോണ്ട് വരക്കുന്നതിന് പകരം ഇങ്ങനെ ഒരു റൗണ്ട് കൊടുത്താലും 2 വരെ മീനിങ്ങിൽ തന്നെയാണ് എടുക്കുക. ഓക്കെ, അപ്പോൾ ബെൻസീൻ്റെ രണ്ടാമത്തെ പ്രിപ്പറേഷൻ പഠിച്ചു. സോഡിയം സാൾട്ട് ഓഫ് ബെൻസോയിക് ആസിഡ് ട്രീറ്റഡ് വിത്ത് NaOH ഇൻ പ്രസൻസ് ഓഫ് കാൽഷ്യം ഓക്സൈഡ് വി ഗെറ്റ് സോഡിയം കാർബണേറ്റ് ആൻഡ് ബെൻസീൻ. ഓക്കെ, ഇനി നമുക്ക് ബെൻസീൻ ഉണ്ടാക്കാനുള്ള അടുത്ത ഒരു മെത്തേഡ് നോക്കാം. നമ്മൾ എടുക്കുന്നത് ഫിനോൾ എന്നുള്ള കോമ്പൗണ്ട് എടുക്കാം. ഫിനോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിനോൾ എന്ന് പറഞ്ഞാൽ ബെൻസീൻ്റെ മേലെ OH വരുന്നതിൻ്റെ പേരാണെന്ത്? ഫിനോൾ. ബെൻസീൻ്റെ മേലെ OH വരുന്നതിനെയാണ് നമ്മൾ ഫിനോൾ എന്ന് വിളിക്കുക. ഈ ഫിനോളിനെ നമ്മൾ സിങ്ക് വെച്ച് ചൂടാക്കുക. ഫിനോളിനെ നമ്മൾ എന്ത് ചെയ്യുക? സിങ്ക് വെച്ചിട്ട് ഹീറ്റ് ചെയ്യാം. അപ്പം എന്ത് ഫോം ചെയ്യും? സിങ്കും ഈ ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്ത് ZnO. ഈ Znഉം ഇവിടുത്തെ ഓക്സിജനും കൂടെ കൂടി ചേർന്നിട്ട് എന്തുണ്ടാവും? സിങ്ക് ഓക്സൈഡ്, ദാറ്റ് ഈസ് ZnO. സിങ്ക് ഓക്സൈഡ്, ദാറ്റ് ഈസ് ZnO. പിന്നെ ബാക്കി ഈ ഹൈഡ്രജൻ ഇവിടെ വരുമ്പോഴാണ് അതെന്തായിട്ട് മാറുക? ബെൻസീനായിട്ട് മാറുക. അപ്പോൾ അതെങ്ങനെ അത് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ OH വരണമെങ്കിൽ
ബെൻസീനത്തെ ഒരു ഹൈഡ്രജൻ പോയിട്ടുണ്ട്. ആ പോയ ഹൈഡ്രജനെ തിരിച്ചിങ്ങോട്ട് കൊടുത്താൽ അവിടെ എന്ത് കിട്ടുള്ളൂ? ബെൻസീൻ കിട്ടുള്ളൂ. ആ ബെൻസീൻ്റെ 3 പ്രിപ്പറേഷൻ മെത്തേഡ് നമ്മൾ പഠിച്ചു. ഒന്ന്, അസറ്റലീൻ എന്ത് ചെയ്യുക? സൈക്ലിക് പോളിമറൈസേഷൻ നടത്തുക. മറ്റൊന്ന്, സോഡിയം സാൾട്ട് ഓഫ് ബെൻസോയിക് ആസിഡിനെ സോഡ ലൈമുമായിട്ട് ട്രീറ്റ് ചെയ്യുക. പിന്നെ ഫിനോൾ ഈസ് ട്രീറ്റഡ് വിത്ത് സിങ്ക് ടു ഫോം സിങ്ക് ഓക്സൈഡ് ആൻഡ് ബെൻസീൻ. ദെൻ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ബെൻസീൻ. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പ്രധാനമായിട്ടും 5 ടൈപ്പാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് നൈട്രേഷൻ എന്നുള്ള റിയാക്ഷനാണ്. നൈട്രേഷൻ 5 ഉണ്ട്. ഫസ്റ്റ് വൺ നൈട്രേഷൻ. നമ്മളിങ്ങനെയാണ് ചെയ്യുക. ബെൻസീനെയാണ് നമ്മൾ നൈട്രേഷൻ നടത്തുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ബെൻസീൻ എടുത്തു. ബെൻസീൻ. എന്നിട്ട് ഈ ബെൻസീൻ ട്രീറ്റഡ് വിത്ത് നൈട്രേറ്റിംഗ് മിക്സ്ചർ. നൈട്രേറ്റിംഗ് മിക്സ്ചറുമായിട്ട് റിയാക്ഷൻ നടത്താം. നൈട്രേറ്റിംഗ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡിൻ്റെയും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിൻ്റെയും മിക്സ്ചറിനെയാണ് നൈട്രേറ്റിംഗ് മിക്സ്ചർ എന്ന് വിളിക്കുക. കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആൻഡ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. അപ്പം അങ്ങനെ നമ്മൾ നൈട്രേറ്റിംഗ് മിക്സ്ചർ ആഡ് ചെയ്തു, അതായത് നൈട്രേഷൻ നടത്തി. നൈട്രേഷൻ നടത്തിയാൽ അവിടെ കിട്ടുന്ന ഇലക്ട്രോഫൈല് NO2 എന്നുള്ള ഗ്രൂപ്പാണ്. നൈട്രേഷൻ നടത്തിയാൽ കിട്ടുന്ന ഇലക്ട്രോഫൈൽ ഏതാണ്? NO2. അപ്പോൾ അവിടെ സംഭവിക്കുക, ബെൻസീനിൽ ഒരു ഹൈഡ്രജൻ പോയിട്ട് പകരം ആര് വരും? NO2 കയറി വരും. അതാണ് നൈട്രേഷൻ. അപ്പോൾ നമുക്ക് എങ്ങനെ പ്രോഡക്റ്റ് കിട്ടുക? ബെൻസീനിലെ ഒരു ഹൈഡ്രജൻ പോയിട്ട്, അപ്പോഴത്തെ ഒരു ഹൈഡ്രജൻ പോയിട്ട് പകരം ആര് വരിക? NO2 എന്നുള്ള കോമ്പൗണ്ട് വരിക. ഇപ്പം ഈ പ്രോഡക്റ്റിൻ്റെ പേരാണ് നൈട്രോബെൻസീൻ. ഇതിൻ്റെ പേരെന്താണ്? നൈട്രോബെൻസീൻ. NO2 വന്നാൽ അതിൻ്റെ പേര് നൈട്രോബെൻസീൻ. നൈട്രോബെൻസീൻ. ബാക്കി അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വാട്ടറൊക്കെ ഉണ്ടാവും. അത് നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നില്ല. നമ്മുടെ മെയിൻ പ്രോഡക്റ്റ് ഏതാണ്? നൈട്രോബെൻസീൻ. അപ്പോൾ ബെൻസീനെ നമ്മൾ നൈട്രേഷൻ നടത്തിയാൽ വി ഗെറ്റ് നൈട്രോബെൻസീൻ. ഓക്കെ. ഇനി നമ്മൾ അടുത്ത റിയാക്ഷനാണ് ബെൻസീന് നമ്മൾ സൾഫോണേഷൻ നടത്തുക. സൾഫോണേഷൻ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ റിയാക്ഷൻ സൾഫോണേഷൻ. സൾഫോണേഷൻ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ബെൻസീൻ റിയാക്ട് വിത്ത് കോൺസെൻട്രേറ്റഡ് H2SO4. ബെൻസീൻ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ഷൻ നടക്കുക. അങ്ങനെ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ, അതായത് സൾഫോണേഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ വരുന്ന ഇലക്ട്രോഫൈല് SO3H എന്നുള്ള ഗ്രൂപ്പാണ്. SO3H അതായത് സൾഫോണിക് ആസിഡ്. SO3H എന്ന് പറഞ്ഞാൽ സൾഫോണിക് ആസിഡ്. അപ്പോൾ നമ്മൾ ഈ NO2 പകരം സൾഫോണേഷൻ നടത്താൻ എന്താ വരിക? SO3H എന്ന് വരും. SO3H. So the name of this compound is benzene sulfonic acid. ഈ കോമ്പൗണ്ട് പേരെന്താണ്? ബെൻസീൻ സൾഫോണിക് ആസിഡ്. ബെൻസീൻ സൾഫോണിക് ആസിഡ്. ഓക്കെ. അപ്പോൾ ബെൻസീനെ സൾഫോണേഷൻ നടത്തിയാൽ കിട്ടുന്ന പ്രോഡക്റ്റ് ബെൻസീൻ സൾഫോണിക് ആസിഡ്. ഓക്കെ. ഇനി നമുക്ക് മൂന്നാമത്തെ റിയാക്ഷൻ നോക്കാം. ഹാലോജിനേഷൻ ആണ്. ഹാലജൻ ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ നമ്മളിവിടെ ക്ലോറിൻ ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ക്ലോറിനേഷൻ എന്ന് പറയാം. ക്ലോറിനേഷൻ. ക്ലോറിനേഷൻ നടത്തുക എന്ന് വെച്ചാൽ ബെൻസീനിലേക്ക് നമ്മൾ എന്താ ആഡ് ചെയ്യുക? ക്ലോറൈഡ് ആഡ് ചെയ്യുക. ബെൻസീൻ പ്ലസ് Cl2. ഈ ക്ലോറിനേഷൻ നടത്തുന്നത് ഇൻ പ്രസൻസ് ഓഫ് FeCl3. ഫെറിക് ക്ലോറൈഡിൻ്റെ പ്രസൻസിലാണ് ക്ലോറിനേഷൻ നടത്തുക. അപ്പോൾ ക്ലോറിനേഷൻ നടത്തിയാൽ കിട്ടുന്ന ഇലക്ട്രോഫൈൽ ഏതാണ്? ഒരു Cl, ക്ലോറോ. ക്ലോറിനേഷൻ നടത്തിയാൽ കിട്ടുന്ന ഇലക്ട്രോഫൈൽ ക്ലോറോ Cl ആണ്. അപ്പോൾ നമ്മളിവിടെ എന്തായിട്ട് മാറും? ഇവിടെ ഒരു Cl കൊടുക്കും. അപ്പോൾ ഈ കോമ്പൗണ്ട് പേരെന്തായി? ക്ലോറോബെൻസീൻ. ഈ കോമ്പൗണ്ട് പേര് ക്ലോറോബെൻസീൻ. ക്ലോറോബെൻസീൻ. അപ്പോൾ ബെൻസീന് നമ്മൾ ക്ലോറിനേഷൻ നടത്തിയാൽ വി ഗെറ്റ് ദ പ്രോഡക്റ്റ്
ക്ലോറോ ബെൻസീൻ. അപ്പോൾ ബെൻസീൻ നൈട്രേഷൻ നടത്തിയാൽ നൈട്രോ ബെൻസീൻ, സൾഫോണേഷൻ നടത്തിയാൽ ബെൻസീൻ സൾഫോണിക് ആസിഡ്, ക്ലോറിനേഷൻ നടത്തിയപ്പോൾ ക്ലോറോ ബെൻസീൻ. ഇനി നമുക്ക് നാലാമത്തെ റിയാക്ഷൻ ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ കേട്ടോ. ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ നടത്തുക ആൽക്കൈൽ ഹാലൈഡിൻ്റെ പ്രസൻസിലാണ്. സപ്പോസ് CH3Cl ഒരു ആൽക്കൈൽ ഹാലൈഡാണ്. അപ്പോൾ അതുമായിട്ട് റിയാക്ഷൻ നടക്കുന്നതിൻ്റെ പേരാണ് ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷനുകളൊക്കെ നടക്കുന്നത് ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് AlCl3. ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് AlCl3. എന്നിട്ട് നമ്മൾ ആൽക്കൈലേഷൻ നടത്തി കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ഇലക്ട്രോഫൈൽ ഈ ആൽക്കൈൽ ഗ്രൂപ്പാണ്. CH3 ആണ് നമുക്ക് അവിടെ കിട്ടുന്ന ഇലക്ട്രോഫൈൽ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, നമ്മൾ ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ മാറ്റിയിട്ട് ഒരു CH3 ഈ ആൽക്കൈൽ ഗ്രൂപ്പും കൂടെ കൊണ്ടുവരും. മാറ്റിയിട്ട് എന്ന് പറഞ്ഞാൽ ആ ഹൈഡ്രജനും ഈ Cl-ഉം കൂടെ പിന്നെ എന്തായിട്ട് പോകും, HCl ആയിട്ട് പോകും. അങ്ങനെ എല്ലാ റിയാക്ഷനിലും ബൈ പ്രോഡക്റ്റ് ഉണ്ടാവും. അപ്പോൾ CH3 ഇങ്ങോട്ട് മേലേക്ക് വന്നു. ബെൻസീൻ്റെ കൂടെ CH3 വന്നാൽ അതിൻ്റെ പേരെന്താ, മീഥൈൽ ബെൻസീൻ ഓർ ടൊളുവിൻ. ബെൻസീൻ്റെ കൂടെ CH3 വന്നാൽ അതിനെ വിളിക്കുന്ന പേരെന്താണ്, ടൊളുവിൻ എന്നാണ് വിളിക്കുക. മീഥൈൽ ബെൻസീൻ ഓർ ടൊളുവിൻ. ഇനി നമുക്ക് ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ്റെ ലാസ്റ്റ്, ഫ്രിഡൽ ക്രാഫ്റ്റിലത്തെ രണ്ടാമത്തത് ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ. അസൈലേഷൻ എന്ന് പറഞ്ഞാൽ CH3Cl-ന് പകരം നമ്മൾ CH3COCl എന്ന് എഴുതി കൊടുക്കണം. അതാണ് അസൈൽ ക്ലോറൈഡ് എന്നാണ് അതിൻ്റെ പേര്. അത് CH3COCl ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ്. അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവിടെ വരുന്ന ഇലക്ട്രോഫൈൽ ഏതായിരിക്കും, COCH3. ഇലക്ട്രോഫൈൽ ഏതാണ്, COCH3. അവിടെ വരുന്ന ഇലക്ട്രോഫൈലാണ് COCH3. നോക്ക്, ഇതൊരു ബെൻസീന് CO പിന്നെ ഒരു CH3. ഇപ്പോൾ രണ്ട് കാർബണിൻ്റെ ഇടയിൽ CO വന്നാൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് കീറ്റോൺ എന്നാണ് വിളിക്കുക, കീറ്റോൺ. സോ ദിസ് കോമ്പൗണ്ട് ഈസ് അസറ്റോഫിനോൺ. ഈ കോമ്പൗണ്ടിനെ പറഞ്ഞ പേരാണ് അസറ്റോഫിനോൺ. ഓക്കെ. അപ്പോൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ 5 ടൈപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നൈട്രേഷൻ, സൾഫോണേഷൻ, ഹാലോജിനേഷൻ, ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ, ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ. ഓക്കെ.